ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് നോമ്പ് സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ട കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ടനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് തന്നെ മുട്ട ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക, അതിനൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പം നമുക്കിനി ഈ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. 1/2 കപ്പോളം മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം കേട്ടോ. 1/2 കപ്പ് ഗോതമ്പൊടി ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കുക. വലിയ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗോതമ്പൊടി ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കായും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം വെള്ളം ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആദ്യം ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ടിയില്ല, ഒരു ടേബിൾ സ്പൂണോളം മാത്രമായിട്ടോ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നമ്മളിതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ദോശമാവിനേക്കാളും ഒന്നുകൂടി ഒരു തിക്കായിട്ടാട്ടോ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കേ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാടായിപ്പോയതിന് പാടില്ല, ഒരു പിഞ്ച് മാത്രം മതിയാവട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിന് കളറൊന്ന് മാറി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എടുക്കാം. ഇനി ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഇത് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന്ന് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട. അപ്പോൾ ചെറുതായിട്ടൊരു കൈ പഠിക്കുമല്ലോ തേങ്ങാക്കൊത്തിന്. അപ്പോൾ അതൊന്ന് ആ ഒരു കളറായി കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വറുത്തെടുത്തിട്ടില്ല അതേ പാത്രത്തിലേക്ക് തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മാവാട്ടോ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് എണ്ണ നിൽക്കുന്നില്ല, ആ വറുത്തെടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു എണ്ണ മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡോളം അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചുകൂടി മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ളത് കുറച്ചും കൂടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു മാവ് തീരുന്നത് വരെ ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ഈ ഒരു സാധനമൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാവ് വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. നമ്മളെ പാത്രം ഒരുപാട് ചൂടില്ലാമെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിക്കുമ്പം തന്നെ അതങ്ങ് കരിഞ്ഞു പോകും, അതിൻ്റെ അടിഭാഗം. അപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഒഴിച്ച് വെച്ച് അടച്ച് വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടങ്ങ് കരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു പരുവത്തിലായി പോകട്ടോ. അതുകൊണ്ട് തന്നെ അധികം ചൂടുണ്ടാകാനും പാടില്ല. നമ്മൾ ഈ ഒരു മാവ് വയ്ക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 10 സെക്കൻഡ് മാത്രം മതിയാവും അടച്ച് വെക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പം ലാസ്റ്റ് ആ മാവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 4 മണിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടി ആട്ടോ ഇത്. അപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ടും എന്നാൽ വയറൊക്കെ നിറയുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.